തൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ആരെയും അനുവദിക്കാത്തത്ര ഉയരത്തിൽ കയറിയിരിക്കുവാൻ മനുഷ്യനുള്ള വ്യഗ്രത സാത്താൻ്റെ ലക്ഷ്യമാകുന്നു. ഒരിക്കൽ നിയന്ത്രണം അങ്ങനെയുള്ളവരുടെ കയ്യിൽ കിട്ടിയാൽ നരകം മുഴുവൻ കെട്ടഴിച്ചു വിടപ്പെട്ട അവസ്ഥയായിരിക്കും ഫലം. മനുഷ്യവർഗത്തെ മുഴുവൻ ഈ സ്ഥിതിയിലാക്കി തീർക്കുവാനുള്ള സാത്താൻ്റെ തന്ത്രത്തെയാകുന്നു ദൈവം ബാബേലിൽ തകർത്തത്. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ പഠനത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. പെട്ടകത്തിൽ കൂടെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ആ അല്പജനം വർദ്ധിച്ച് പെരുകി കുലം കുലങ്ങളായും ജാതി ജാതിയായും വിവിധ ഭാഷകളിലും വർദ്ധിച്ച് പെരുകുന്ന ചരിത്രമാണ് തുടർന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി വലിയൊരു ജനസമൂഹത്തെ ദൈവസിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെയും നിൽക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11-ാം അധ്യായത്തിൻ്റെ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ബൈബിളിൻ്റെ തന്നെ മുഖവരയായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ നാം കണ്ടു കഴിഞ്ഞു. ഈ 11 അധ്യായങ്ങളിൽ കുറഞ്ഞത് 2000 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നാം ചിന്തിച്ചു. അതുകൊണ്ട് 2000 വർഷത്തെ സംഭവം മാത്രമേ ഇതിലുള്ളൂ എന്നർത്ഥമില്ല. കോടിക്കണക്കിന് വർഷത്തെ ചരിത്രമാകാം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വംശാവലിയുടെ അധ്യായമാണ്. ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ ആരംഭം കാണിക്കുന്ന കുടുംബങ്ങളുടെ ചരിത്രം. ഇത് വിവരിക്കുവാൻ ഞാൻ അധികം സമയം ചെലവഴിക്കുന്നില്ല. എങ്കിൽ തന്നെ ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നോർക്കണം. നരവംശാസ്ത്രമോ ഭൂമിയിൽ മനുഷ്യവർഗത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളോ ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ 10-ാം അധ്യായത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ 10-ാം അധ്യായത്തിൽ നോഹയുടെ 3 പുത്രന്മാരുടെയും വംശപാരമ്പര്യം നമുക്ക് ലഭിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവിത്. ജലപ്രളയത്തിൻ്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. ആദ്യം നമുക്ക് യാഫത്തിൻ്റെ വംശപാരമ്പര്യം ഒന്ന് നോക്കാം. അത് 10-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അത്ര രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹാമിൻ്റെ വംശപാരമ്പര്യം പിന്നീട് നോക്കാം. മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വളരെ പ്രശസ്തരായ ആളുകൾ ഇവരായിരുന്നു. ഒടുവിലായി ശേമിൻ്റെ വംശാവലി നമുക്ക് കാണാം. അത് 10-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ബൈബിളിൽ ഉടനീളം ദൈവം അനുവർത്തിച്ചു വരുന്ന ഒരു മാതൃക ഇവിടെ നാം കാണുന്നു. അതായത് ദൈവം തൻ്റെ പ്രത്യേക പദ്ധതിക്കായി വേർതിരിച്ചിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് വളരെ വിശദമായ വിവരങ്ങൾ നൽകിയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ചരിത്രം ചില വാക്കുകളിൽ ഒതുക്കിയിരിക്കുന്നു. വീണുപോയ മനുഷ്യൻ്റെ ചരിത്രം രചിക്കുവാനല്ല, മറിച്ച് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിക്കാണ് ദൈവം പ്രാധാന്യം കൽപ്പിച്ചിരുന്നതെന്ന് ചുരുക്കം. അതായത് യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന വംശത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് വീണ്ടും വീണ്ടും നാം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഉൽപ്പത്തി പുസ്തകം 10-ന്റെ 2-ാം വാക്യം, യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമെർ, മാഗോഗ്, മദായി, യാവാൻ, തുബൽ, മേശക്, തീരസ്. HS മില്ലർ എന്ന പണ്ഡിതൻ്റെ രേഖാചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മാഗോഗിൽ നിന്നും വന്നവരാണ് സ്കിത്യൻസ് റഷ്യക്കാർ, ബൾഗേറിയക്കാർ, ബൊഗേനിയക്കാർ, പോളണ്ടുകാർ, സ്ലോവാസ്കർ, ക്രയോഷ്യക്കാർ. ഇനിയും ഇന്ത്യക്കാരും ഇറാൻ വർഗ്ഗക്കാരും, അതായത് പേർഷ്യക്കാർ,
അഫ്ഗാൻകാർ, കുർദ്, മേദ്യർ എന്നിവരെല്ലാം മാതായി എന്നതിൽ നിന്നും വന്നതാണ്. യാവാനിൽ നിന്നും വന്നവർ ഗ്രീക്കുകാർ, റോമാക്കാർ, ഫ്രഞ്ചുകാർ, സ്പെയിൻകാർ, പോർച്ചുഗീസുകാർ, ഇറ്റലിക്കാർ മുതലായവരാണ്. ഇനിയും തീരാഷിൽ നിന്നും വന്നവരാണ് താഷ്യൻസ്, ജർമ്മൻസ് മുതലായവർ. ജർമ്മൻകാരിൽ നിന്നുമാണ് യൂറോപ്യൻ വർഗ്ഗക്കാർ വന്നത്. അങ്ങനെ വിവരിച്ചു പോയാൽ വളരെ സമയമെടുക്കും, പക്ഷേ ഇത് പഠിക്കാൻ നല്ല രസമാണ്. ഇനിയും ഹാമിൻ്റെ സന്തതികളെക്കുറിച്ച് നമുക്ക് നോക്കാം. 6-ാം വാക്യം. ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ ഹാമിന് മറ്റു മക്കളും ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ശാപം കനാൻ്റെ മേൽ മാത്രമായിരുന്നു. എന്തുകൊണ്ടത് മറ്റുള്ളവരുടെ മേൽ വന്നില്ല? അത് പറയുവാൻ എനിക്കറിയില്ല. കനാനിൽ നിന്നുമാണ് ഫൊയ്നീക്യക്കാർ, ഹിത്യർ, എബൂസിയർ, അമോരിയർ, ഗിർഗസ്യർ, ഹിവ്യർ മുതലായവരുണ്ടായത്. ഹാമിൻ്റെ മകനായ കൂശിൽ നിന്നുമാണ് ആഫ്രിക്കക്കാർ, അതായത് എത്യോപ്യക്കാർ, ഈജിപ്തുകാർ, ലിബിയക്കാർ മുതലായവരെല്ലാം ഉണ്ടായത്. ഈ വർഗങ്ങളെല്ലാം ഹാമിൽ നിന്നും ഉള്ളതാണ്. ഇനി കൂശിൻ്റെ മകനെക്കുറിച്ച് അല്പം വിവരണം നമുക്ക് നൽകിയിരിക്കുന്നത് 8-9 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. നിമ്രോദ് അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു എന്നാണ് നാം കണ്ടത്. ഒരു വലിയ ലോക സാമ്രാജ്യത്തിൻ്റെ ഭരണാധിപനായി തീരുവാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുവാൻ അവൻ ശ്രമിക്കുകയും ചെയ്തു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചോ? അവൻ വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നവനായിരുന്നു എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പിന്നെയോ മനുഷ്യൻ്റെ ജീവനെയായിരുന്നു അവൻ വേട്ടയാടിയിരുന്നത്. അതത്രേ ഈ ഭാഗത്തെ ചിന്ത. 10-ാം വാക്യത്തിൽ അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം സിനാർ ദേശത്ത് ബാബേൽ, ഏരക്, അഖാദ്, കൽനെ എന്നിവയായിരുന്നു. സിനാർ ദേശത്തെ ആ വലിയ പട്ടണങ്ങളുടെ സ്ഥാപകൻ നിമ്രോദായിരുന്നു എന്നിവിടെ വ്യക്തമാണ്. ബൈബിളിൽ നിന്നും അല്ലാതെ തന്നെ മറ്റ് ചരിത്രങ്ങളിൽ നിന്നും വളരെയധികം കേൾക്കാവുന്ന ഒരു പേരാകുന്നു നിമ്രോദ്. ബാബേൽ ഗോപുരത്തിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തി നിമ്രോദാകുന്നുവെന്ന് കാണിച്ചുകൊണ്ടുള്ള കഥകൾ ആശ്ചര്യജനകം തന്നെയാണ്. ജലപ്രളയത്തിന് ശേഷം മനുഷ്യവർഗത്തെ മുഴുവൻ ഒന്നിച്ചു കൂട്ടി ഒരു രാഷ്ട്രമാക്കി ലോക സാമ്രാജ്യ ഭരണാധികാരിയായിരിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു നിമ്രോദ്. അവനായിരുന്നു ഈ മറുതലിപ്പുകാരൻ, ബാബേലിൻ്റെ സ്ഥാപകൻ, മനുഷ്യൻ്റെ ജീവനെ വേട്ടയാടുന്നവൻ അവനായിരുന്നു. അധർമ്മമൂർത്തിയായ ഒടുവിലത്തെ ലോക ഭരണാധികാരിയുടെ നിഴലാണ് നിമ്രോദ്. അതെ, ഇനിയും പ്രത്യക്ഷപ്പെടുവാനുള്ള എതിർ ക്രിസ്തുവിൻ്റെ പകർപ്പ്. ഇനി ഹാമിൻ്റെ പുത്രന്മാരിൽ നിന്നുമാണ് ആദ്യത്തെ വലിയ സംസ്കാരം ആരംഭിച്ചത് എന്നോർക്കണം. നാം അത് ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ അതേപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ച അതേ മാതൃക നമുക്കും തുടരുന്നതാണ് നല്ലതല്ലേ? അതായത് ദൈവം ഇപ്പോൾ പ്രാധാന്യം നൽകാത്ത വംശങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ കൂടുതൽ സമയം കളയാതെ ഇനിയും നാം അബ്രാം, ഇസ്രായേൽ രാഷ്ട്രം, ഒടുവിലായി ക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് വരുവാൻ സാധിച്ചതുമായ ആ വംശത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുന്നത്. പഴയ നിയമത്തിൽ നാം പഠിക്കുവാൻ പോകുന്ന ഈ വംശത്തെക്കുറിച്ചാണ് ഇനിയും മുൻപോട്ട് പഠിക്കുന്നത്. കുറച്ച് സമയത്തേക്ക് ബാക്കിയുള്ള മനുഷ്യവർഗത്തോട് ദൈവം വിട ചൊല്ലുന്നത് പോലെ തോന്നുന്നു, അല്ലേ? എന്നാൽ അവൻ അവരിലേക്ക് മടങ്ങി വരും, തീർച്ചയായിട്ടും മടങ്ങി വരും. ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു ഭാഗം ഞാനിനി ഉദ്ധരിക്കാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാകുന്നു. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ അബ്രഹാമിൻ്റെ സന്തതി ഇസ്രായേലിനോട് മാത്രമായി ദൈവം ഇടപെടുവാൻ ആരംഭിക്കുന്നതിനും മുന്നേ ഭൂമിയിലുള്ള മറ്റെല്ലാ രാഷ്ട്രങ്ങളോടും സ്നേഹനിർഭരമായി വിട ചൊല്ലുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവൻ ഇസ്രായേൽ ഒഴികെയുള്ള സകല ജാതിയോടും പറയുന്നത്, ഞാൻ നിങ്ങളെ വിട്ട് ഒരു അല്പകാലത്തേക്ക് മാറുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളുടെ ഭാവിയെല്ലാം ഞാൻ ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ വംശാവലി ഇതാ ഇവിടെ. അതാണ് ദൈവം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ 70 രാഷ്ട്രങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ 14 എണ്ണം
യാഫത്തിൽ നിന്നുമാണ് ഉണ്ടായത്. ഹാമിൽ നിന്നും 30 എണ്ണം പുറപ്പെട്ടു. ഷേമിൽ നിന്നും 26 രാഷ്ട്രങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഈ വംശാവലിയിൽ 70 രാഷ്ട്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ കാലത്ത് ലോകമെല്ലാം വെള്ളക്കാർ സകല മേഖലകളിലും പ്രമുഖരായിരിക്കുന്നത് എന്ന്. ഈ കാലത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഞാൻ പറയാം, ആദിയിൽ വെള്ളക്കാർ അല്ലായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത്. പിന്നെയോ ഇരുണ്ട നിറമുള്ളവർ തന്നെയായിരുന്നു. പിന്നെ ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്ത് ഷേമിൻ്റെ സന്തതികൾ ലോകത്തിലെ പ്രമുഖരായി തീർന്നു. അതിനുശേഷം സിറിയക്കാർ, ലിദിയൻസ്, അർമീനിയൻസ്, അറേബ്യർ, അങ്ങനെ പലരും ലോകത്തിൽ പ്രമുഖരായി. ലോകത്തെ അടക്കി ഭരിക്കാൻ ഇവരൊക്കെ പ്രാപ്തരായിരുന്നു. അതിനുശേഷം വലിയ വലിയ സാമ്രാജ്യങ്ങൾ വന്നു. അതിനും ശേഷമാണ് ഇന്ന് പ്രബലമായി കാണുന്ന വെള്ളക്കാർ പ്രമുഖരായി കാണപ്പെടുവാൻ തുടങ്ങിയത്. ലോകത്തിലെ രാഷ്ട്രങ്ങളോട് അവൻ എന്ത് ചെയ്തു എന്ന് ദൈവം നമ്മെ കാണിക്കുന്നത് പോലെയാണ് എനിക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ തോന്നുന്നത്. കുറേ കാലത്തേക്ക് ഒരു കൂട്ടർ പ്രബലരായി കാണും, പിന്നീട് മറ്റൊരു കൂട്ടർ പ്രബലരാകും. എന്തൊക്കെയായാലും ഈ ലോകത്തെ ഭരിച്ചു നടത്തുവാൻ ആരും ശക്തരല്ല എന്ന് ദൈവം വ്യക്തമായി കാണിച്ചു തന്നു. അത് തീർച്ചയായും ഒരു വലിയ വെളിപ്പാട് തന്നെയാണ്. ഇനിയും ഷേമിൻ്റെ പുത്രന്മാരുടെ ആ കാര്യമൊന്ന് നോക്കാം. 10-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം: എബരിൻ്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫത്തിൻ്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം. ആരാമിൻ്റെ പുത്രന്മാർ ഊസ്, ഫൂൾ, ഗേഥർ, മസ്. അർപ്പക്ഷാദ് ശാലാഹിനെ ജനിപ്പിച്ചു. ശാലാഹ് എബരിനെ ജനിപ്പിച്ചു. എബരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പെലേഗ് എന്നു പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവൻ്റെ സഹോദരന് യൊക്താൻ എന്നു പേർ. ഭൂവാസികൾ പിരിഞ്ഞുപോയത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അടുത്ത അധ്യായത്തിൽ, 11-ാം അധ്യായത്തിൽ നാം പഠിക്കുവാൻ പോകുന്ന ബാബേൽ ഗോപുരത്തിൻ്റെ കാര്യം മോശ ഇവിടെ തന്നെ സൂചിപ്പിച്ചു, അത്രമാത്രം. 32-ാം വാക്യം, ഒടുവിലത്തെ വാക്യം 10-ാം അധ്യായത്തിൻ്റെ: ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിൻ്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ 10-ാം അധ്യായം പഠിക്കുവാൻ നാം വളരെ കുറച്ച് സമയം മാത്രമേ ചിലവഴിച്ചുള്ളൂ എന്നെനിക്കറിയാം. എങ്കിലും ബൈബിളിലെ അതിമഹത്തായ അധ്യായങ്ങളിൽ ഒന്നത്ര ഇത്. മനുഷ്യകുലത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആഴമായി പഠിക്കുവാൻ സഹായകമായ ഒരു അധ്യായം. എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാബേൽ ഗോപുരത്തിൻ്റെ പണി അത്രേ അതിൽ നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ, പ്രത്യേകിച്ചും അതിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ സകലത്തിൻ്റെയും ഉൽപ്പത്തിയുടെ ഒരു നിർണായകമായ വെളിപ്പാടാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് മൊത്തമായുള്ളൊരു വിശ്വദർശനം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. ഇവിടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, സമയത്തിൻ്റെ ഉൽപ്പത്തി, പ്രവൃത്തി, സ്ഥലം, പദാർത്ഥം, സൗരയുധത്തിൻ്റെ ഉൽപ്പത്തി, അന്തരീക്ഷത്തിൻ്റെ ഉൽപ്പത്തി, ജലവിധാനം, സകല ജീവൻ്റെയും മനുഷ്യവർഗത്തിൻ്റെയും ആരംഭം, വിവാഹം, കുടുംബം, പാപത്തിൻ്റെ ഉൽപ്പത്തി, അപരാധം, വീണ്ടെടുപ്പ്, പാപക്ഷമ, സംസ്കാരത്തിൻ്റെ ഉൽപ്പത്തി, നാഗരികത, പശുപാലനം, ലോഹസംസ്കരണം, കവിതയുടെ ഉൽപ്പത്തി, സംഗീതം, രാഷ്ട്രങ്ങളുടെ ഉൽപ്പത്തി, ഭാഷകളുടെ ഉൽപ്പത്തി, അങ്ങനെ എല്ലാം 11-ാം അധ്യായം വരെ നാം കാണുന്നു. 12-ാം അധ്യായം മുതൽ ദൈവവചനവും ദൈവപുത്രനും ഈ ഭൂമിയിലേക്ക് വരുവാൻ ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിൻ്റെ ചരിത്രമാകുന്നു കാണുന്നത്. 12-ാം അധ്യായം മുതൽ പഴയ നിയമം മൊത്തം ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവത്തെ പ്രതിബിംബിക്കുവാൻ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യർ പരാജയപ്പെട്ടപ്പോൾ ദൈവം 8 പേരൊഴികെ സകലരെയും ഭൂമിയിൽ നിന്നും ജലപ്രളയത്താൽ നീക്കിക്കളഞ്ഞു. പിന്നീട് വന്ന മനുഷ്യരും ജീവനുള്ള ദൈവത്തെ ത്യജിച്ചപ്പോൾ ദൈവം ഒരു വ്യക്തിയെയും ആ വ്യക്തിയിലൂടെ ഒരു ജാതിയെയും തിരഞ്ഞെടുക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 12 മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. അവരും പരാജയപ്പെട്ടപ്പോൾ ദൈവം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒരു കൂട്ടത്തെ വേർതിരിക്കുന്നു. അതെ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, നിങ്ങളും ഞാനും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ പല വിവരങ്ങൾ കുത്തി നിറച്ചിരിക്കുകയാണ്.
രാഷ്ട്രങ്ങളുടെ ഉൽപ്പത്തിയും ഭാഷകളുടെ ഉൽപ്പത്തിയും പോലെ അനേകം കാര്യങ്ങൾ. ഈ പറഞ്ഞതെല്ലാം പരിണാമത്തിലൂടെ ഉണ്ടായതാകുന്നു എന്ന് ലോകം വീമ്പിളക്കുമ്പോൾ, അങ്ങനെയല്ല, ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൽ ഉണ്ടായതാകുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഈ കാണുന്ന സകലത്തിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ആധികാരികമായ രേഖ ബൈബിളിൽ മാത്രമാകുന്നു. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെ ഉള്ള അധ്യായങ്ങളിൽ ലഭിക്കുന്നത് സകലത്തിൻ്റെയും സംക്ഷിപ്തമായ ഒരു രേഖ മാത്രമാകുന്നു എന്നതിനാൽ നാം ഇത് ഗൗരവമായി എടുത്ത് പഠിക്കേണ്ടതാകുന്നു. 11-ാം അധ്യായത്തിൽ കാണുന്ന ബാബേൽ ഗോപുരത്തിൻ്റെ സംഭവം തന്നെ ജലപ്രളയം കഴിഞ്ഞ് 100 വർഷമാകുന്നതിന് മുൻപുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ, വലിയ ഒരു ന്യായവിധി ഉണ്ടായതിനു ശേഷം പോലും മനുഷ്യൻ തെറ്റിപ്പോകുവാൻ അധികം സമയമെടുത്തില്ല. മനുഷ്യവർഗം മുഴുവനും ഒരു ഗോത്രവും ഒരു ഭാഷയും ഒരു രാഷ്ട്രവും ഒരു കുടുംബവുമായിരുന്നിട്ടും പാപത്തിലും മറുതലിപ്പിലും ആണ്ടുപോയി. വീണ്ടും ഒരു ന്യായവിധിയുടെ ആവശ്യമുണ്ടായി. അത് ദൈവം അവരെ ചിതറിച്ചതിലൂടെയായിരുന്നു. ഭൂമി മുഴുവൻ അവരെ ചിതറിച്ചു, അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ മനുഷ്യൻ്റെ പ്രവർത്തനവും 5 മുതൽ 8 വരെ ദൈവത്തിൻ്റെ പ്രതികരണവും 9-ാം വാക്യം മോശയുടെ ഉപസംഹാരവുമാകുന്നു. മനുഷ്യൻ്റെ പ്രവർത്തനത്തെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവിടെ നാം വായിക്കുന്ന അവർ തമ്മിൽ വരുവീൻ നാം. 4-ാം വാക്യത്തിലും അത് ആവർത്തിക്കുന്നുണ്ട്, വരുവീൻ നാം. ദൈവത്തിനെതിരെയുള്ള അവരുടെ മറുതലിപ്പ് സൂചിപ്പിക്കുന്നതാണ് ഈ ആഹ്വാനം. മനുഷ്യൻ്റെ ഈ മറുതലിപ്പിനോട് ദൈവം പ്രതികരിക്കുന്നതാണ് 7-ാം വാക്യത്തിൽ കാണുന്നത്, വരുവീൻ നാം. ഈ 2 വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ ശ്രദ്ധേയമാണ്. മനുഷ്യൻ പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ സ്വയമഹിമയും സ്വാർത്ഥ ലക്ഷ്യങ്ങളും അഹങ്കാരവുമാണ്. എന്നാൽ ദൈവം കാണിക്കുന്നത് ദൈവം മുൻപാകെ മനുഷ്യൻ്റെ ശക്തിഹീനതയും ശൂന്യതയും അത്രേ. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും പ്രകടിപ്പിച്ച അതേ മനോഭാവമാകുന്നു ബാബേലിലും മനുഷ്യർ കാണിച്ചത്. എതിർത്തു നിൽപ്പിൻ്റെ ഭാവം, ദൈവത്തെ കൂടാതെ സ്വന്തം അഭിലാഷങ്ങളിലും അഹങ്കാരത്തിലും ഊന്നിയുള്ള ജീവിതം. ജലപ്രളയത്തിന് ശേഷം പെട്ടകം അരാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. മെസപ്പൊത്തോമിയൻ താഴ്വരയുടെ വടക്കായിരുന്നു ഈ അരാറത്ത്. എന്നാൽ നോഹയുടെ സന്തതികൾ തെക്കോട്ട് ഫലഭൂയിഷ്ഠമായ ശിനാർ ദേശത്ത് കുടിയിരുന്നു. കിഴക്കോട്ടെന്ന് പറയുന്നത് തെക്ക് കിഴക്കാകുന്നു. ദൈവം നോഹയോട് പറഞ്ഞത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ എന്നത്രേ. എന്നാൽ മനുഷ്യൻ അതനുസരിക്കുവാൻ തയ്യാറല്ലായിരുന്നു. ശിനാർ ദേശത്ത് കുടിയിരിക്കുക വഴി അവൻ ദൈവത്തോട് മറുതലിക്കുകയായിരുന്നു. ദൈവത്തെ വെല്ലുവിളിക്കുന്ന അവൻ്റെ ഭാവം. അവർ ദൈവത്തോട് പറഞ്ഞത്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും, ഞങ്ങൾക്കൊരു ഭാഷയും ഒരു പശ്ചാത്തലവുമാകുന്നു. പ്രത്യക്ഷത്തിൽ ഈ ഐക്യത നല്ലതായി തോന്നാം, എന്നാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ അപകടമുണ്ട്. അവർ പാപത്തിലായിരുന്നതിനാൽ, ദൈവത്തോട് മറുതലിച്ചിരുന്നതിനാൽ, അവർ അഹങ്കാരികളും ദുഷ്ടന്മാരുമായിരുന്നതിനാൽ അവരുടെ ഈ ഒരുമ, ഈ ഐക്യത ദുഷ്ടതയെ ഏകോപിപ്പിക്കുവാൻ മാത്രം ഉതകുന്നതായിരുന്നു. അത് ദൈവം അംഗീകരിക്കുന്നില്ല. കരുത്ത് അഥവാ നിയന്ത്രണ ശക്തി ദുഷിപ്പിക്കുന്നതാണ്. അധികം നിയന്ത്രണ ശക്തി ലഭിച്ചെന്നാൽ അത് ആത്യന്തികമായി ദുഷിപ്പിക്കുന്നതാണ്. ഒരു രാഷ്ട്രം, എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രം, എല്ലാവരും ഒരേ ശക്തിയുടെ നിയന്ത്രണത്തിൽ ഒരേ വ്യക്തി നയിക്കുന്നു എന്നും കൂടി വരുമ്പോൾ പാപമയമായ ഈ ലോകത്തിൽ തെറ്റിനെ തിരുത്തി മനുഷ്യന് ജീവിക്കുവാനുള്ള അവസരമാകുന്നു നഷ്ടമാകുന്നത്. പാപത്തിന് എപ്പോഴും ഐക്യതയുടെ ഒരു മുഖവും ഐക്യതയുടെ ഒരു ശക്തിയും പ്രഭാവവും കാണാവുന്നതാണ്. ഇത് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യില്ല. കാരണം രാഷ്ട്രം ജനങ്ങളുടെ മേൽ സമ്മർദ്ദങ്ങളും വിലക്കുകളും അടിച്ചേൽപ്പിക്കുവാൻ ഇത് കാരണമാകും. ഇന്ന് നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതത്രേ. ഇത് ദൈവം വെളിപ്പെടുത്തുന്നതായി 6-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. കാരണം അവരെ നിലയ്ക്ക് നിർത്തുവാൻ ആരുമില്ല. ഇന്ന് പല രാജ്യങ്ങളിലും കാണുന്ന അസ്വസ്ഥത അധികാര കേന്ദ്രങ്ങളെ തിരുത്തുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ എത്തി എന്നുള്ളതാണ്. പല ഉദാഹരണങ്ങളും നമുക്ക് മുൻപിലുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ ലോകത്തെ അടക്കി ഭരിക്കുവാൻ പദ്ധതിയിട്ടു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ
മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതാകുമായിരുന്നു. റഷ്യയിൽ ജോസഫ് സ്റ്റാലിനും ചൈനയിൽ മാവോ സേതുങ്ങും എല്ലാം ആ വഴിക്കാണ് നീങ്ങിയത്. എന്നാൽ അതിനെ വെല്ലുവിളിക്കുവാനും ജീവൻ കൊടുത്ത് പോരാടുവാനും നല്ലവരായ ആളുകൾ ഉണ്ടായി എന്നതിനാൽ ഇന്നും ഭൂമിയിൽ ഒരു പരിധിവരെ സ്വാതന്ത്ര്യവും നീതിയും ന്യായവും നമുക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഏകലോക ഐക്യം ഒരു ശാപമാകുന്നു. അതിപ്പോൾ സർവമതങ്ങളും ഒരുമിച്ചാണെങ്കിലും ലോകസഭകൾ ഒന്നിച്ചാലും ഭാരതീയ സഭ എന്നൊന്നുണ്ടായാലും എല്ലാം ഫലത്തിൽ ഒന്നാണ്. അധികാരം തലയ്ക്ക് പിടിച്ച ഒരുത്തൻ അതിൻ്റെ മുകളിൽ കയറും. അല്ല, ഈ ഐക്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. തൻ്റെ ദുഷ്ടലക്ഷ്യങ്ങൾക്ക് കുടപിടിക്കുവാൻ ഒരു കൂട്ടത്തെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. തൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ആരെയും അനുവദിക്കാത്ത ഉയരത്തിൽ കയറിയിരിക്കുവാൻ മനുഷ്യനുള്ള വ്യഗ്രത, അത് സാത്താൻ്റെ ലക്ഷ്യമാകുന്നു. ഒരിക്കൽ നിയന്ത്രണം അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ ചെയ്യുവാൻ പോകുന്നത് എന്തെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നു. കൂട്ടക്കൊല, സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും കൊന്നൊടുക്കുവാൻ മനുഷ്യൻ മടിക്കില്ല. നരകം മുഴുവൻ കെട്ടഴിച്ചു വിടപ്പെട്ട അവസ്ഥ. ചരിത്രത്തിൽ നാം പലയിടത്തും ഇത് കാണുന്നു. മനുഷ്യവർഗത്തെ മുഴുവൻ ഈ സ്ഥിതിയിലാക്കി തീർക്കുവാനുള്ള സാത്താൻ്റെ തന്ത്രത്തെയാകുന്നു ദൈവം ബാബേലിൽ തകർത്തത്. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ആ സമയത്ത് മനുഷ്യർ ഏത് ഭാഷയാണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓരോരുത്തർക്ക് അവകാശപ്പെടാം അവരുടെ ഭാഷയായിരുന്നു ആദ്യത്തേതെന്ന്. ഏത് ഭാഷയായിരുന്നു എന്നത് നമുക്കാർക്കും അറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ ഭാഷ ഏതായിരുന്നാൽ തന്നെയും അതുതന്നെ ആയിരിക്കും സ്വർഗത്തിലും സംസാരിക്കുന്നത് എന്നത്രേ. ഇന്ന് നമുക്കുള്ള ഭാഷകളേക്കാൾ നല്ലത് അതുതന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഇതിനേക്കാൾ ശരിയായിട്ടുള്ള തർജ്ജമ കിഴക്ക് നിന്ന് വന്നവർ എന്നുള്ളതത്രേ. അവർ കിഴക്ക് നിന്നുമാണ് വന്നതെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. മനുഷ്യവർഗം വാസ്തവത്തിൽ പടിഞ്ഞാറോട്ട് നീങ്ങുകയായിരുന്നു. ശിനാർ ദേശത്തൊരു സമഭൂമി അവർ കണ്ടു. ഈ പറഞ്ഞത് ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്നീ താഴ്വരയിലാണ് എന്നത് തീർച്ചയാണ്. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു. അവിടെ കുടിയിരുന്നു. അതാണ് അവരുടെ പ്രശ്നം. അത് ചെയ്യരുതെന്നാണ് ദൈവം കൽപ്പിച്ചത്. അവർ പറയുന്നത്, നമ്മൾ ഇവിടെ ഒരുമിച്ച് നമ്മുടെ ഒരു ലോക സംസ്കാരം ഉണ്ടാക്കുവാൻ പോകുന്നു. ഞങ്ങൾ ഭൂമി മുഴുവൻ ചിതറുകയില്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിയണം. ഞങ്ങളുടെ സമ്പത്തും കഴിവുകളും എല്ലാം വിഭജിച്ച് ശക്തി ക്ഷയിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞതിന് നേതൃത്വം നൽകുവാൻ അവർക്കൊരുത്തനുണ്ടായിരുന്നു, നിമ്രോദ്. അതാണ് 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിച്ചത്. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു എന്ന്. അവനായിരുന്നു നേതാവ്. വളരുന്ന ഒരു രാഷ്ട്രത്തിൽ അവൻ നിർവഹിച്ച കാര്യമാകുന്നു അവനെ പ്രമുഖനാക്കിയത്. നാം വായിച്ചത് അവൻ നായാട്ടു വീരനായിരുന്നു എന്നത്രേ. അവൻ മൃഗങ്ങളെ വേട്ടയാടി എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ മനുഷ്യരെ കൊല്ലുന്നതിൽ വീരനായിരുന്നു. നോക്കൂ, നീതിമാനായ നോഹയുടെ പേരക്കുട്ടിയുടെ കുട്ടി, നീതിമാനായ ഹാമിൻ്റെ പേരക്കുട്ടി ക്രൂരനും ജീവനാശകനുമായ അതികായകനായിത്തീർന്നു. അവൻ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് ഉയർന്നത് രാഷ്ട്രീയമായിട്ടല്ല, ജനാധിപത്യ രീതിയിലല്ല, പിന്നെയോ കയ്യൂക്കൊന്നുകൊണ്ട് മാത്രം. ദൈവത്തിനെതിരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനവുമായി അവൻ വന്നു. അവനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. കാരണം ഇത് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബാബേൽ ഗോപുരം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കാട്ടിത്തരുന്ന അതിമനോഹരമായ വഴികളിലൂടെ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. നിമ്രോദിനെ പോലെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ നാം കളയരുത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമകളാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാനുഷിക പ്രസ്ഥാനങ്ങളും പദ്ധതികളും മറ്റും ദൈവിക പദ്ധതികൾക്കും ഉദ്ദേശങ്ങൾക്കും എതിരാകുമ്പോഴാണ് അവർ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത്. മനുഷ്യർ പ്രബലരായി തീരുമ്പോഴാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്നുചാടാറുള്ളത്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ്. ദൈവത്തെ കൂടാതെയുള്ള പ്രയത്നങ്ങളൊക്കെയും വ്യർത്ഥമെന്ന് തിരിച്ചറിയുന്ന മനുഷ്യർ ധന്യരാണ്.